ഓം അമൃതേശ്വരി നമഃ. യുദ്ധാരംഭം. ഉണ്ണി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി മാലയും ചാർത്തി കഴിഞ്ഞു. ഇനി അമ്മയെ വിളിച്ചോളൂ. രണ്ടുപേരും വന്ന് നമസ്കരിക്കൂ. കഥ കേൾക്കണ്ടേ? ഇത് ഞങ്ങൾ എത്തി മുത്തശ്ശി. നമസ്കരിച്ചും കഴിഞ്ഞു. ഇനി മുത്തശ്ശി കഥ പറഞ്ഞോളൂ. യുദ്ധം തുടങ്ങിയോ? മാളിക മുകളിൽ രാവണൻ മല പോലെ ഞെളിഞ്ഞു നിൽക്കണ കണ്ടപ്പോൾ ശ്രീരാമദേവനും ദേഷ്യം വന്നു. ഉടനെ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് വില്ലിങ്ങോട് വാങ്ങി ഒരു ശരം തൊടുത്തു. അടുത്ത നിമിഷം തന്നെ രാവണൻ്റെ വെൺകൊറ്റക്കൊടയും കിരീടങ്ങളും എല്ലാം നിലംപതിച്ചു. അയ്യോ, രാവണന് നാണക്കേടായില്ലേ? ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ ഇത്. വേഗം താഴത്തേക്ക് പാഞ്ഞു. സേനാപതികളോട് ആജ്ഞാപിച്ചു, യുദ്ധം തുടങ്ങട്ടെ. ഇനി പേടിച്ചകത്തിരിക്കുന്നത് പൗരുഷമില്ലായ്മയാണ്. ഇത് കേട്ട ഉടനെ രാക്ഷസന്മാരും പലതരം വാഹനങ്ങളിൽ കയറി പലതരം ആയുധങ്ങൾ ധരിച്ചു വാദ്യം മുഴക്കിക്കൊണ്ട് പുറപ്പെടുകയായി. സൈന്യത്തെ വിഭജിച്ചു. സേനാനായകന്മാർ ഓരോ ഗോപുരവാദത്തിൽ നിന്നു. ഇതുപോലെ ശ്രീരാമൻ്റെ സൈന്യവും 4 ദിക്കിലും നിരന്നു. അങ്ങനെ യുദ്ധം തുടങ്ങി. വാനരന്മാരില്ലേ, അവർക്ക് എന്താ ഒരു ഉത്സാഹം അറിയോ. അവർ പാറകൾ, മലകൾ, വൃക്ഷങ്ങൾ ഒക്കെ എടുത്തെറിയണേ. ലങ്കയെ 4 ഭാഗത്തും തകർത്തു തുടങ്ങി. കോട്ടമതിലുകളും കിടങ്ങുകളും ഒക്കെ തകർത്ത് തരിപ്പണാക്കി. രാക്ഷസന്മാർ പലതരം ആയുധങ്ങൾ കൊണ്ടാണ് ആയുധങ്ങളും ഇങ്ങോട്ട് വാരി വർഷിച്ചു തുടങ്ങി. 2 ഭാഗത്തും അനവധി ആൾക്കാർ മരിച്ചു. ശ്രീരാമൻ്റെ സൈന്യത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി രാവണൻ ചില രാക്ഷസന്മാരെ രഹസ്യമായിട്ട് അയച്ചു. ചാരന്മാരുടെ വേഷത്തിലല്ലേ? അവർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വാനരന്മാരുടെ വേഷത്തിലാണ് പോയത്. പക്ഷെ രാമൻ്റെ വാനരന്മാർ അവരെ തിരിച്ചറിഞ്ഞു. പിന്നെന്താ ഉണ്ടായതെന്ന് പറയണ്ടല്ലോ ഉണ്ണി. വാനരന്മാർ അവരെ പൊത്തിരിയും കിടത്തല്ലി. വേദന സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരെല്ലാവരും കൂടി കൂട്ടം നിലവിളിയായി. ദയാനിധിയല്ലേ ശ്രീരാമ ഭഗവാൻ. അവർക്കും അഭയം കൊടുത്തു, അവരെയും വിട്ടയച്ചു. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും രാവണനെ പലരും ഉപദേശിച്ചു. രാവണൻ അതൊന്നും കേട്ടതേയില്ല. ദുഷ്ടന്മാരങ്ങനെയാണ്. അവരുടെ തെറ്റുകൾ ആര് പറഞ്ഞാലും ചെയ്തിക്കൊള്ളില്ല. അവരുടെ മാർഗത്തിൽ എന്തെങ്കിലും വിഘ്നം നേരിട്ടാലോ അടുത്ത അധർമ്മത്തിലുള്ള വഴി ഒരുക്കാൻ അവർ ശ്രമിക്കും. രാവണൻ തുടർന്ന് എന്താ ചെയ്തത്? മായാവിയാണല്ലോ. മായയാൽ ശ്രീരാമൻ്റെ ശിരസ്സും വില്ലും സൃഷ്ടിച്ച് താൻ രാമനെ കൊന്നു. ഇത് കണ്ടുവോ എന്ന് പറഞ്ഞ് സീതയുടെ മുമ്പിൽ ആ ശിരസ്സും കൊണ്ടുവന്ന് വെച്ചു. ഇത് കണ്ട ആർക്കായാലും സങ്കടം ഉണ്ടാവില്ലേ? സീത ദുഃഖത്തോടെ നിലവിളിച്ചു, വീണ് കരയാൻ തുടങ്ങി. സീതയ്ക്കറിയില്ലല്ലോ ഇത് മായയാണെന്നുള്ളത്. രാവണന് വളരെ സന്തോഷമായി. തൻ്റെ വിദ്യ ഫലിച്ചു എന്നാണ് തോന്നിയത്. പക്ഷേ രാവണൻ പോയപ്പോൾ വിഭീഷണൻ്റെ ഭാര്യ സീതയെ സമാധാനിപ്പിച്ചു. പറഞ്ഞു എന്നിട്ട്, പേടിക്കണ്ട, ഇതൊക്കെ രാവണൻ്റെ മായാവിദ്യകളാണ്. ഇത് കേട്ടപ്പോഴാണ് സീതയ്ക്ക് അല്പം സമാധാനമായത്. 2 കൂട്ടരും തമ്മിൽ ഗംഭീര യുദ്ധം നടക്കുകയാണ്. അങ്കദനില്ലേ, ബാലിയുടെ മകൻ, എതിർക്കാൻ വന്ന രാക്ഷസന്മാരൊക്കെ കൊന്നു. യുദ്ധം ഒരു ഭാഗത്ത് പൊട്ടിപ്പുറപ്പെട്ട ലോകത്തിൽ അതിൻ്റെ ചലനങ്ങൾ എല്ലായിടത്തും ബാധിക്കില്ലേ? നമുക്ക് അനുഭവമാണല്ലോ അത്. അമ്മൂറ്റിയമ്മ വൈറ്റ് ഫ്ലവർ മെഡിറ്റേഷൻ പരിശീലിപ്പിക്കുന്നത് തന്നെ യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന സന്ദേശം അടിസ്ഥാനമാക്കിക്കൊണ്ടല്ലേ? ശരിയാണ്. ചിന്തകളാണ് എല്ലാ സ്ഥലത്തും ദുഷിച്ചുകൊണ്ടിരിക്കുന്നത്. രാമരാവണ യുദ്ധത്തിൻ്റെ കോലാഹലങ്ങൾ പ്രപഞ്ചം മുഴുവനും ബാധിച്ചു. ആനകളുടെ ശബ്ദം, കുതിരകളുടെ ശബ്ദം, തേരുകളുടെ മുഴക്കം, രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും അലർച്ച, സർവത്ര ശബ്ദ കോലാഹലം തന്നെ. ദേവന്മാർ പോലും ആകാശത്തിൽ വന്ന് അണിനിരന്നു അത്രേ. പിന്നെന്തായത്? എന്താ ഒരു തിടുക്കം ഉണ്ണിക്ക് ഈ യുദ്ധരംഗം കേൾക്കാൻ. രജോ ഗുണം ഏറി വരണ്ടെന്ന് തോന്നുന്നു. രാവണന്റെ പുത്രൻ അങ്കദനായിട്ട് ഏറ്റുമുട്ടി. അങ്കദൻ അയാളുടെ തേരാളിയെ കൊന്നു. സുഗ്രീവനും ഹനുമാനും വിഭീഷണനും ഒക്കെ ഓരോ രാക്ഷസന്മാരായിട്ട് പൊരിഞ്ഞ പോരാട്ടം നടത്തി. എല്ലാവരെയും പരാജയപ്പെടുത്തി. രാവണാണല്ലോ വിജയം. എന്നാ ഉണ്ണി സന്തോഷിക്കാൻ വരട്ടെ. ഇന്ദ്രജിത്തിൻ്റെ കയ്യിലൊരു നാഗാസ്ത്രമുണ്ട്. മായാവിയാണല്ലോ. അത് പ്രയോഗിച്ചു. വാനരസംഘത്തെയും രാമലക്ഷ്മണന്മാരെയും മോഹിപ്പിച്ച് വീഴ്ത്തി. എല്ലാവരും മോഹാലസ്യപ്പെട്ടു വീണു. ഇത് കണ്ടില്ലേ, ഇന്ദ്രജിത്തിന് വളരെ സന്തോഷമായി. വിജയഭേരി മുഴക്കിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോയി. അയ്യോ മുത്തശ്ശേരി, ഇപ്പം എന്താ സംഭവിക്കുക? ഭഗവാന് വീണൂലോ? കേട്ടോളൂ ഉണ്ണി. പരിഭ്രമിക്കൊന്നും വേണ്ട, നിരാശപ്പെടുകയും വേണ്ട. ഉടനെ പ്രപഞ്ചമാകെ ഇളകുന്ന തരത്തിൽ ഒരു ചിറകടിക്കാറ്റ് കേട്ടു.
കൂടി സൂര്യൻ്റെ വെളിച്ചം അവിടെയൊക്കെ വ്യാപിച്ചത്. എന്താ മുത്തശ്ശി അത്? അതോ സാക്ഷാൽ ഗരുഡൻ്റെ വരവായിരുന്നു അത്. ഗരുഡൻ ഭഗവാന്റെ പാദങ്ങളിൽ വണങ്ങി നിന്നു. ഗരുഡൻ്റെ മുമ്പിൽ നാഗങ്ങൾ ശക്തിയില്ലാത്തവരാണല്ലോ. അതുകൊണ്ട് ഗരുഡന്റെ വരവോടെ നാഗാസ്ത്രത്തിന്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെന്താ, ബന്ധനശക്തി നീങ്ങിയപ്പോഴോ എല്ലാവരും പഴയ പോലെ ഉത്സാഹഭരിതരായി. വാനരന്മാരുണ്ടല്ലോ, ഉടനെ ഇരട്ടി ശക്തിയോട് കൂടിയിട്ടാണ് വീണ്ടും യുദ്ധം ആരംഭിച്ചത്. ഇന്ദ്രജിത്ത് വധിച്ചു കളഞ്ഞ വാനരന്മാർ വീണ്ടും ശക്തിയോടെ എഴുന്നേറ്റു എന്നറിഞ്ഞപ്പോഴോ രാവണൻ ധൂമ്രാക്ഷൻ എന്ന രാക്ഷസനെ വിളിച്ചിട്ട് പറഞ്ഞു, ധൂമ്രാക്ഷ, ആ അഹങ്കാരികളെ മുഴുവൻ കൊന്നിട്ട് മടങ്ങി വരിക. ധൂമ്രാക്ഷൻ പോയിട്ട് എന്തായി? ധൂമ്രാക്ഷനും ഹനുമാനും തമ്മിലൊരു പോരാട്ടം. അതിഘോര യുദ്ധം തന്നെ. അവസാനം ഹനുമാൻ അയാളെ കൊന്നു വീഴ്ത്തി. ധാരാളം രാക്ഷസന്മാരും വാനരന്മാരും ഒക്കെ യുദ്ധത്തിൽ മരിച്ചു വീണു. ബാക്കിയുള്ള രാക്ഷസന്മാരോ ഭയന്ന് വിറച്ചോടുകയും ചെയ്തു. ഇരു സൈന്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. കല്ലും മലയും മരവും കൊണ്ടുള്ള ഏറ്, രാക്ഷസന്മാർ ആയുധങ്ങളേറ്റ് വാനരന്മാർ ഒക്കെ ധാരാളം അങ്ങനെ ചത്തൊടുങ്ങിയിട്ട് ആകെ ഒരു യുദ്ധഭീതി, മരണഭീതി. രാവണൻ എന്താ ചെയ്ത്? അതിശക്തന്മാരായ രാക്ഷസന്മാരെ തിരഞ്ഞെടുത്ത് വീണ്ടും വീണ്ടും യുദ്ധത്തിന് അയക്കാൻ തുടങ്ങി. അപ്പോഴും കുറ്റബോധമില്ലേ? ചെല്ലുന്നവരെയൊക്കെ രാമൻ്റെ സൈന്യം കൊന്നൊടുക്കാനും തുടങ്ങി. ഇവിടെ രാവണൻ്റെ ഭാഗത്ത് തോൽവി സംഭവിച്ചത് എന്തുകൊണ്ടാണ്? രാവണൻ ശരിക്കും പറഞ്ഞ ഒരു ജ്ഞാനിയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? അഹങ്കാരവും സ്വാർത്ഥതയും കൊണ്ട് രാവണൻ അന്ധകാരത്തിലായിരുന്നു. അതാണ് രാവണൻ്റെ തോൽവിക്ക് കാരണം. പിന്നെ മുതിർന്നവർ പറഞ്ഞത് അനുസരിക്കാൻ കൂട്ടാക്കിയതുമില്ല. മുത്തവർ ചൊല്ലും മുതുനെല്ലിക്കും മുമ്പേ കഴിക്കും പിന്നെ മധുരിക്കും എന്നല്ലേ ചൊല്ല്. അതൊട്ട് ഉപദേശം കേട്ടതുമില്ല. അതുകൊണ്ട് ചെയ്യണതെല്ലാം അധർമ്മമായി. ശത്രുവിനെ ജയിക്കാൻ വേണ്ടി പോലും മായ കാണിക്കാൻ പാടില്ല. രാവണനും ഇന്ദ്രജിത്തും ഒക്കെ മായാപ്രയോഗങ്ങളല്ലേ നടത്തിയത്. മായയും അനീതിയും കാട്ടുന്നത് ഒരിക്കലും ധർമ്മത്തിന് ചേർന്നതല്ല. ആദ്യം വിജയിച്ചു എന്നൊക്കെ തോന്നും, പക്ഷേ അവസാനം പരാജയം തന്നെ കിട്ടും. രാവണൻ്റെ മാത്രമല്ല, മഹാഭാരതത്തിലെ കൗരവ സൈന്യത്തിലുണ്ടായിരുന്നവരെത്രയാ? 4 അക്ഷൗഹിണി പടകൾ പാണ്ഡവരേക്കാൾ കൂടുതലായിരുന്നില്ലേ? പക്ഷെ അവസാനം പരാജയം തന്നെയല്ലേ സംഭവിച്ചത്? ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ ആദ്യകാലം മുതൽക്കേ തുടങ്ങിയതാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ധർമ്മത്തിൻ്റെ മാർഗത്തിലേ നമ്മൾ ചരിക്കാവൂ. അമ്പൂറ്റിയമ്മ ദിവസവും സത്സംഗത്തിൽ പറയാറില്ലേ, കർമ്മങ്ങൾ ധർമ്മങ്ങളാക്കണം, എങ്കിൽ മാത്രമേ ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി ഉണ്ടാവൂ. മഹാത്മാക്കൾ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നമുക്കും സഞ്ചരിക്കാം. ഇനി ഉണ്ണി, രാവണൻ്റെ പുറപ്പാടാണ് യുദ്ധരംഗത്തേക്ക്. ആ കഥ നമുക്ക് നാളെ പറയാം. ശരി മുത്തശ്ശി.